നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. 3 കോടതികളിലായി വീണ വിജയന് നിർണായകമായ 3 കേസുകൾ. ഇക്കുറി പിണറായി വിജയനെ തളയ്ക്കാൻ കഴിയുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ. ഒരു വശത്ത് മേലൂർ ഭഗ്നി എന്ന കാട്ടാനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ദൗത്യസംഘം തുടരുന്നു. വിപുലമായ വനം വകുപ്പ് സംഘമാണ് മേലൂർ ഭഗ്നിക്ക് പിന്നാലെ പായുന്നത്. സമാനമായ സാഹചര്യമാണ് കേരള ഭരണകൂടവും നേരിടുന്നത്. ഭരണകൂടത്തെ കോടതികൾ പിടിച്ച് റേഡിയോ കോളർ കടുപ്പിച്ചു വിടുമോ എന്ന ഭയം ഇപ്പോൾ സർക്കാരിൽ ശക്തം. മുമ്പ് പലവട്ടം പിണറായി വിജയന് ചുറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞിരുന്നു. അന്നൊന്നും തളയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല പിണറായി വിജയനെ. എന്നാൽ ഇക്കുറി പിണറായി വിജയനും കൂട്ടരുമൊക്കെ വീഴും എന്ന പ്രതീതിയാണ് പൊതുവെ ജനങ്ങൾക്കിടയിലുള്ളത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനോട് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയ ഷോൺ ജോർജ് ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ: നിർണായക ദിനം, കേരളം വൈസ് തൈക്കണ്ടി മാഫിയ, പ്രാർത്ഥനകൾ ഉണ്ടാകണം. എക്സാലോജിക് നൽകിയതും എക്സാലോജിക്കിനെതിരെയുമുള്ള 3 കേസുകളാണ് ഇന്ന് വിവിധ കോടതികൾക്ക് മുന്നിലെത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിത അന്വേഷണമാണ് എന്ന പരസ്യ നിലപാടാണ് CPM കൈക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും CPMനുള്ളിൽ ആകാംക്ഷ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടക്കുന്ന അന്വേഷണം മുന്നോട്ടു പോകാൻ കോടതികൾ അനുവദിച്ചാൽ CPMന് മാത്രമല്ല പിണറായി വിജയന് കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. CPMന്റെ ഒരു സ്ഥിരം ശൈലിയും തന്ത്രവുമാണ് പ്രതിരോധം. എന്നാൽ ഇക്കുറി പ്രതിരോധം കൊണ്ട് പിണറായി വിജയനെയും വീണ വിജയനെയും എത്രമാത്രം രക്ഷിക്കാൻ കഴിയും എന്ന സംശയം പാർട്ടി നേതാക്കൾക്കിടയിലും ശക്തമാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദനും EP ജയരാജനുമൊക്കെ ഇപ്പോൾ പൂർണ്ണ നിശബ്ദരായി നിൽക്കുന്നത്. സാധാരണ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ പിണറായി വിജയനു വേണ്ടി കളത്തിലിറങ്ങുന്ന AK ബാലൻ ഏറെക്കുറെ നിശബ്ദനാണ്. പിണറായി വിജയന്റെ മുൻനിര യോദ്ധാക്കളായ സജി ചെറിയാനും വാസവനുമൊക്കെ എവിടെ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ശക്തം. CPM അക്ഷരാർത്ഥത്തിൽ ജനങ്ങളോട് എന്ത് വിശദീകരിക്കും എന്ന ആശയക്കുഴപ്പത്തിലാണ്. പാർട്ടി സഖാക്കളുടെ കൈകളിലേക്ക് ഒരു വിശദീകരണ രേഖ കൈമാറിയെങ്കിലും ഇപ്പോൾ സഖാക്കൾ എടുത്തുടുക്കുന്ന കാഴ്ചയാണ്. പാർട്ടി പ്രവർത്തകരും സഖാക്കളുമൊക്കെ അടക്കം പറയുന്നത് വെറുതെ ഇത്തരത്തിലൊരു പുകയുണ്ടാകുമോ എന്ന്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട് 2 ഹൈക്കോടതികളിലായി 3 കേസുകൾ. കേന്ദ്ര ഏജൻസി ഇടപെടലിനെതിരെ കമ്പനി നൽകിയ പരാതിയാണ് ഇപ്പോൾ ബംഗളൂരു ഹൈക്കോടതിക്ക് മുന്നിലുള്ളത്. കേസ് പരിഗണനയ്ക്കെത്തുമ്പോൾ കോടതിയുടെ പരാമർശം എന്താകും എന്ന സംശയമാണ് പൊതുവെ പാർട്ടിയിൽ ഇപ്പോൾ ശക്തമാകുന്നത്. ഏതെങ്കിലും വിധത്തിൽ എതിർ പരാമർശങ്ങൾ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നുണ്ടായാൽ കൂടുതൽ ഗുരുതരമായ ഭവിഷ്യത്തുകളാവും ഇനി വീണ വിജയന് നേരിടേണ്ടി വരിക. മാസപ്പടി ആരോപണത്തിൻ്റെ തുടക്കം മുതൽ വീണ വിജയനെതിരെയും പിണറായി വിജയനെതിരെയുമുള്ള പരാതികളും അന്വേഷണവുമൊക്കെ ഇപ്പോൾ ശക്തമായി തുടരുന്നു. വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനി CMRൽ നിന്ന് മാസപ്പടി വാങ്ങി എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയായി തുടരുന്നു. SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചത് ഏതൊക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഹർജിയിൽ ചോദിക്കുന്നു. ഈ അന്വേഷണം അനിശ്ചിതകാലം സ്റ്റേ ചെയ്യണം എന്ന ആവശ്യവും ഹർജിക്കാരി ഉന്നയിച്ചിട്ടുണ്ട്. തനിക്കെതിരെ ഇപ്പോൾ SFIO രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് മുഖ്യമായി ഹർജിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. SFIOയ്ക്ക് വേണ്ടി ഹാജരാവുന്നത് കർണാടകയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ASG കുളൂർ. കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചിലാണ് ഈ കേസ് പരിഗണനയ്ക്കെത്തുന്നത്. വീണ വിജയനും എക്സാലോജിക്കിനും വേണ്ടി ശക്തമായ പ്രതിരോധമാണ് ഇപ്പോൾ CPM ഒരുക്കുന്നത്. ഒരു പാർട്ടിയുടെ സംവിധാനമാകെ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാനായി മാറ്റിവെക്കുന്ന അപൂർവ കാഴ്ച. ഹർജി തീർപ്പാക്കുന്നതുവരെ കോർപ്പറേറ്റ് ലോ സർവീസ് ഓഫീസർ M അരുൺ പ്രസാദിൻ്റെ സംഘം സെർച്ച്, ചോദ്യം ചെയ്യൽ തുടങ്ങിയ നടപടികളൊന്നും എക്സാലോജിക്കിനും കമ്പനി ഉടമ വീണ വിജയനുമെതിരെ നടത്തരുത് എന്ന നിർദ്ദേശം കോടതി നൽകണമെന്നാണ് ഹർജിയിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട നിയമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് തിടുക്കത്തിൽ SFIO ഇത്തരമൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യം ഉത്തരവിട്ട വകുപ്പ് തല അന്വേഷണം ഭേദഗതി ചെയ്ത് SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്നും ഹർജിയിൽ പറയുന്നു. ഈ അന്വേഷണം ഏകപക്ഷീയവും സംശയാസ്പദവുമാണ്. അതുകൊണ്ട് തന്നെ കോടതി ഇക്കാര്യങ്ങളിൽ ഇടപെടണമെന്നും ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുമാണ് ഹർജിക്കാരിയുടെ ആവശ്യം. ഇതേ ആവശ്യമുന്നയിച്ച് KSIDC നേരത്തെ കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു.
ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലെത്തിയ ഈ ഹർജിയിൽ ശക്തമായ നിരീക്ഷണങ്ങളാണ് കോടതി നൽകിയത്. എന്തിനാണ് KSIDC ഇത്ര പരിഭ്രമിക്കുന്നത്? ഒളിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യം. ഒളിക്കാനൊന്നുമില്ല എങ്കിൽ ഈ അന്വേഷണത്തെ എന്തിനു ഭയക്കുന്നു എന്നാണ് കേരളത്തിൻ്റെ ഹൈക്കോടതി ചോദിച്ചത്. ഇന്ന് കർണാടക ഹൈക്കോടതിക്ക് മുൻപിലും SFI ഉയർത്തുന്നത് ഇതേ കോടതിയുടെ നിരീക്ഷണങ്ങൾ തന്നെ. ബിസിനസ് വളർച്ചയ്ക്കായി നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും CMRൽ പണം നൽകി എന്നതാണ് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. സുപ്രീം കോടതിയിലെ ഏറ്റവും വിദഗ്ധരായ അഭിഭാഷകരെ കളത്തിലിറക്കി പ്രതിരോധം തീർക്കാനാണ് CPMഉം പിണറായി വിജയനുമൊക്കെ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണഘട്ടമാണ് പിണറായി വിജയൻ ഇപ്പോൾ നേരിടുന്നത്. പിണറായി വിജയൻ്റെ ആദ്യ ഭരണത്തിൽ ഉപദേശകരെ കൊണ്ട് കളം നിറഞ്ഞിരുന്നു. പിന്നീട് ഉപദേശകരത്രയും പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉപദേശക വൃന്ദം കുടുംബത്തിലേക്ക് ഒതുങ്ങിയെന്നും കുടുംബമാണ് പിണറായി വിജയനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് എന്നും കേരളത്തിൽ അവതരിപ്പിക്കുന്ന എല്ലാ പദ്ധതികൾക്ക് പിന്നിലും കമ്മീഷൻ ഇടപാടുകളുണ്ട് എന്നും സ്വപ്ന സുരേഷാണ് കേരളത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത്. പിന്നീട് ആരോപണങ്ങൾ ശക്തമാവുകയും തെളിവുകൾ പുറത്തേക്കൊഴുകുകയും ചെയ്ത കാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുന്നു. പശ്ചിമ ബംഗാളിൽ ഇക്കുറിയും CPM നിലം തൊടില്ല. അതിനിടയിലാണ് ഏകതുരുത്തായ കേരളത്തിൽ ഇപ്പോൾ പാർട്ടി കടുത്ത പരീക്ഷണങ്ങൾ നേരിടുന്നത്. പിണറായി വിജയനും പാർട്ടിയും ഒന്നു തന്നെ എന്നതാണ് കേരളത്തിൻ്റെ സ്ഥിതി. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ MV ഗോവിന്ദൻ ഭയക്കുന്നു. പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് പോലും ഇങ്ങനെയായിരിക്കെ മറ്റു നേതാക്കൾ എങ്ങനെ നട്ടലുയർത്തി പിണറായി വിജയൻ നഗ്നനാകണ എന്ന് വിളിച്ചു പറയും. ഏതെങ്കിലും കോടതി വിധിയിലൂടെ ഒരു താൽക്കാലിക സ്റ്റേ നേടിയെടുക്കാനാണ് വീണ വിജയൻ്റെയും പിണറായിയുടെയും ഒക്കെ ശ്രമം. ലാവ്ലിൻ കേസ് 30-ലധികം തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെച്ച് ചരിത്രം സൃഷ്ടിച്ച പിണറായി വിജയന് ഇക്കുറിയും കോടതി തന്നെയാണ് ശരണം. അതുകൊണ്ട് തന്നെ വിവിധ തന്ത്രങ്ങൾ കോടതികളിലൂടെ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.